എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒപ്പം എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരി സീമ പ്രദീപാണ്. സീമ, ഹായ് ചേച്ചി. ചേച്ചി എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ നോ എന്നുള്ള ഉത്തരം അവിടെ പോട്ടെ, നോ നമുക്ക് വായിൽ വരില്ല. പക്ഷെ യെസ് എന്ന് പറയുന്ന ആ വാക്കിന് പോലും ഒരു ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല. കാരണം ഗീതേച്ചി വിളിക്കാന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഇമോഷൻസിനേക്കാൾ കൂടുതൽ എന്തൊക്കെയാണ് തോന്നുന്നത് ചേച്ചി നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പോലെ. കാരണം ചേച്ചി ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഒരു ഗാന്ധി ജയന്തി ആയെന്ന് പാകിസ്ഥാൻ അസോസിയേഷനിൽ. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുക, ചേച്ചിയുടെ അടുത്ത് മിണ്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ചേച്ചി ആ റോ, എനിക്കൊന്ന് 7th റോയിൽ അങ്ങോട്ട് ഇരുന്ന് ചേച്ചി മോഹനേട്ട സ്റ്റേജിലുണ്ട്. ചേച്ചി അവിടുന്ന് ഇതാരാ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നതെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നത്. വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട് സീമ, ആ 2-3 പുസ്തകം ഇങ്ങനെ കൂട്ടി നല്ല ടിപ്പ് ടോപ്പായിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു നല്ല ചിരിയൊക്കെ ആയിട്ട് മോനേട്ടനും പറഞ്ഞു അതാരാന്ന്, അതാ നമ്മുടെ നോക്കി ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതെ, കാരണം SIBF മെയിൽ അയച്ചിട്ട് 3 മാസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു എൻട്രി എന്ന് പറഞ്ഞിട്ട് വന്നയാ. പക്ഷെ അപ്പോഴേക്കും മോനേട്ട മെയിൽ അയച്ചു. അങ്ങനെ അവിടെ എത്തി. അവിടെ ഷാർജ ബുക്ക് ഫെയറിൽ എനിക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് 10-18 കൊല്ലമായി ദുബായിൽ. ബട്ട് ഫസ്റ്റ് അന്ന് വന്നപ്പോൾ അന്നാണ് അറിയുന്നത് ഗീതാമോഹൻ എന്ന് പറഞ്ഞത് ഒരു കടൽ പോലെ ഒരുപാട് ആൾക്കാർ. നമ്മളൊന്നും അല്ല, നമുക്കൊരു അഹങ്കാരം, നമ്മൾ വലിയ എന്തോ സംഭവമാണ്. അവിടെ എത്തുമ്പോൾ നമ്മളൊന്നും അല്ല, എല്ലാവർക്കും ബുക്കല്ല വേണ്ട, ഗീതേച്ചിനെ വേണം. പക്ഷെ അത് ഭയങ്കര ഒരു ഫീലിംഗാണ് ചേച്ചിയുടെ കൂടെ ഉള്ളപ്പം. നമുക്ക് അതറിയില്ല അവിടെ പേടിയാണോ, നമ്മൾ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്. ചേച്ചി എങ്ങനെയാണ് എല്ലാവരും പിടിക്കുന്നത്? നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പഠിക്കും ഒരാളുടെ. ചേച്ചിയിൽ നിന്ന് ഞാൻ പഠിച്ച ഫസ്റ്റ് കാര്യം അത് എങ്ങനെ ആൾക്കാരെ ചേർത്ത് പിടിക്കാം നമ്മളെ കൂടെ. അത് ഭയങ്കര സംഭവം. അത് ചേച്ചിക്ക് മാത്രമേ പറ്റൂ. ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ എന്ത് എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇല്ല സമയം, അതാണ് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതൊരുപാട് നല്ല സന്തോഷത്തിൽ വെറുതെ മറ്റുള്ളവരുടെ അടുത്താൽ നമ്മൾ വെറുതെ എന്താ പറയുക, ആവശ്യമില്ലാത്ത ആ ഒരു അല്ലെങ്കിൽ മുഖം തിരിച്ച് നടക്കൽ, ഒരു ഈഗോ, ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓക്കെ, നമ്മളെ മറ്റൊരാളെ മനസ്സിൽ ഒന്ന് കടന്നുകൂടുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. സത്യം. അതുപോലെ എന്താ പറയുക, സീമക്ക് അങ്ങനെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ഭാഗ്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കല്ലേ ചേച്ചി അത് കിട്ടുന്നത് കുറച്ച് പ്രസാദം. ഇന്ന് തന്നെ ഇപ്പോൾ ഒരാളെ എനിക്ക് ഓക്കെ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് സീമ പ്രദീപാണ്. ഇന്ന് എൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എപ്പിസോഡിന് ഒരു ഭംഗി ഉണ്ടാവും തോന്നി എനിക്ക്. സത്യം തുറന്നു പറയാലോ. പക്ഷെ ചേച്ചിയുടെ ജേർണിയിലും ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ എഴുതിയ 3 ബുക്ക്, അതിൽ ഫസ്റ്റ് എഴുതിയ ബുക്ക്, ഞാൻ എൻ്റെ ലൈഫിൽ മലയാളം എനിക്ക് വലിയ ഇഷ്ടമുള്ള ഭാഷയാണ്, മലയാള സാഹിത്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും പ്രായത്തിനുള്ള ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയുടെ മത്താണ്. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു പ്രാവശ്യമല്ല, എനിക്കൊരു ബുക്ക് വായിക്കാൻ ഒത്തിരി സമയം വേണം. പക്ഷെ ആ ബുക്ക് ഞാൻ അതുപോലെ എനിക്ക് തോന്നിയ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. അതിൻ്റെ ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ അതിൻ്റെ മീനിങ് അറിഞ്ഞ് അത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു. അങ്ങനെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ട് അത്രമാത്രം ആ ബുക്ക് ഉള്ളിൽ കൊണ്ട്. ഇപ്പം നമ്മൾ മഹാഭാരതം വായിച്ചു, രാമായണം വായിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം ഇതിലൊന്നും ഇല്ല പറയാൻ, നമുക്ക് എടുത്ത് പറയാൻ സാഹിത്യം ഒന്നും ഇല്ല ഇതിൽ. പക്ഷെ അതിൽ ഓരോരോ കഥയിലും എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു നമ്മളത് വായിക്കുമ്പം അയ്യോ ഞാനാണോ, അല്ലെ എൻ്റെ അടുത്ത വീട്ടിൽ അവരാണോ, എൻ്റെ അമ്മയാണോ, അനിയത്തിയാണോ, എല്ലാം ലാസ്റ്റ് പോയി നോക്കുമ്പോൾ നമ്മളെ നാട് കണ്ണൂർ, അവിടെ തെയ്യം. അങ്ങനെ എല്ലാം നമ്മൾ ടച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്. അങ്ങനെ എക്സ്ട്രാ ഒന്നും വേറെ ഒരു അരുന്ധതി റോയുടെ ബുക്ക് വായിക്കുന്ന പോലെയല്ല, ഒന്നുമില്ല. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു സാധാരണ എന്നെ പോലെ ഒരാൾക്കുള്ള ഒരു പുസ്തകം. ആർക്ക് വേണമെങ്കിൽ അടുക്കളയിൽ നിന്ന് വായിക്കാം, ബാൽക്കണിയിൽ നിന്ന് വായിക്കാം. അത്ര വളരെ ഭാഷ എന്ന് പറയുന്നത് അതിൽ സാഹിത്യമല്ല, അതിൽ മനസ്സിൽ കൊള്ളുന്ന വാക്കുകൾ. അതല്ല, നീ അത് വായിച്ച് ഒരു കഥ വായിച്ച് നീ അടുക്കളയിൽ എന്തെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോൾ ഓക്കെ അതിലത്തെ കുറച്ച് വരികൾ നിന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മതി, അത് മതി, അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചത്, ചേച്ചി ഈ ബുക്ക് ഞാൻ ഇംഗ്ലീഷിലാക്കിക്കോട്ടെ. അത് സിമ്പിളാ. അല്ല ശരിക്കും സീമ അത് പറയുമ്പോൾ ഞാൻ ഞെട്ടത്. സീമ ഇംഗ്ലീഷിൻ്റെ പുസ്തകവും അതുമായിട്ട് അങ്ങനെ നടക്കുന്ന, ഞാൻ ഇത്ര വളരെ സിമ്പിളായിട്ട് എഴുതിയൊരു പുസ്തകം ചേച്ചി ഞാൻ ഇംഗ്ലീഷിലാക്കാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതും ഇങ്ങോട്ട് ശരിക്കും ഒരു വലിയൊരു അവാർഡ് കിട്ടിയൊരു പ്രതീക്ഷ. പക്ഷെ അല്ല, അത് ചോദിച്ചു. പക്ഷേ ബുക്ക് സിമ്പിളാ, പക്ഷെ അതിനെ ഇംഗ്ലീഷിലാക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ. കാരണം എന്താ വെച്ചാൽ അതിൽ
ചില വാക്കുകളൊന്നും ഇംഗ്ലീഷ് വാക്കില്ല. നമ്മളെ ഈ മലയാളത്തിലെ കണ്ണൂർ ഭാഷയിലാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്. അതെ. അതിൽ ചില വാക്കിനൊന്നും ഇംഗ്ലീഷ് ഇല്ല. അല്ല, അതിലൊരു ഊമക്കത്ത് എന്ന് പറയുന്നൊരു കഥയുണ്ട്. അതൊക്കെ ഞാൻ സത്യത്തിൽ നീ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത അതിലത്തെ ഒരു സംശയവും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അമ്മേൻ്റെ നാട്ടിലത്തെ അങ്ങ് ഉൾനാട്ടിൽ ഇപ്പോഴൊന്നും ആരും പ്രയോഗിക്കാത്ത വാക്കുകളാണ്. അതെങ്ങനെ നീ അത് പിടിച്ചെടുത്ത് ഇംഗ്ലീഷിലാക്കി എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. അതല്ല, അത് ഞാൻ പറഞ്ഞു, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറയും, ഇത് ഞാൻ ഏറ്റെടുത്തു, ഇതെനിക്ക് പറ്റുമോ? കാരണം ഞാൻ കുടുങ്ങിപ്പോയ പോലെ ചില സ്ഥലത്ത് നമുക്ക് അത് കിട്ടുന്നില്ല. പക്ഷെ പിന്നെയും അത് വായിച്ചിട്ട് അതിൻ്റെ ഒരു എസൻസ് കിട്ടുമ്പോഴാണ് പിന്നെ അതങ്ങ് അങ്ങനെ അത്. പക്ഷെ അതുപോലെ ആയില്ലെങ്കിലും അതിന്റെ കുറെ എനിക്ക് തോന്നുന്നു 80% ചേച്ചിയുടെ മനസ്സ് അങ്ങനെ ഞാൻ അടുത്തതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴത്തെ. അല്ലാണ്ട് അതിൽ വേറെ എൻ്റെ ഒരു ഭാവന ഞാൻ ചേർത്തിട്ടേ ഇല്ല. അത് റോ ആണ്. മത്തിൻ്റെ എക്സാക്ട് റോ ആണ് എക്സ്റ്റസി. പക്ഷെ എക്സ്റ്റസിന്ന് പേരിട്ടപ്പോഴും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് അതിന് കുറ്റം പറഞ്ഞു വന്നു. അതായത് കുറ്റമല്ല, അത് അവരെ കാഴ്ചപ്പാടിനാണ് ആ പേരല്ല വെക്കേണ്ടത് പറഞ്ഞു. പക്ഷെ അപ്പം എനിക്ക് തോന്നിയത് മത്ത് എന്ന് പറഞ്ഞൊരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മത്ത് ആയിട്ട് ചേച്ചി എഴുതിയതാവാം, ആ ഓരോരോ കഥയ്ക്കും ഒരു മത്തുണ്ടാവാം. പക്ഷെ അതല്ലാണ്ട് അതിൻ്റെ ഒരിതൊന്നും ആ കഥകളിൽ അതല്ല, മത്തല്ല കഥ. അപ്പം അതുകൊണ്ടാണ് ഞാനും പറഞ്ഞ എക്സ്റ്റസി എൻ്റെ ഒരു ഉന്മാദം. അത് എഴുതുമ്പം എനിക്ക് കിട്ടുന്നൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അത് എഴുതുമ്പോൾ ചേച്ചിക്ക് കിട്ടിയ ഒരു അവസ്ഥ, അത്രേ ആ ബുക്കിൻ്റെ ഒരു ടൈറ്റിൽ. അപ്പം അത് മനസ്സിലാക്കിയതാണ് മനോജ് കൊടിയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സീമയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി, ഈ ബുക്കിൻ്റെ പേര് ഇതുകൊണ്ടായിട്ട്. അപ്പോൾ ഒരു സന്തോഷമൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ ചേച്ചിയുടെ ഈവൻ 2ാമത്തെ ബുക്കാണെങ്കിൽ സുഭദ്ര, സ്വത്തും ഐഡന്റിറ്റി, കുമ്മായപ്പാത്ത്, ഇതെല്ലാം എന്താ പറയാ, നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ പോയി കിട്ടുന്ന സാധനങ്ങളൊന്നും അല്ല, അത് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കുഞ്ഞു എൻ്റെ അമ്മ വായിച്ചിട്ട്, അമ്മയ്ക്ക് സ്വത്തും വായിച്ചിട്ട് അമ്മക്ക് ഓരോരോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, കുമ്മായപ്പാത്ത് വായിച്ചു എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, ഈ കഥ എനിക്കിഷ്ടമായി, ഇങ്ങനെ ഓരോരോ കഥയും വായിക്കും. അപ്പോഴാണ് ഞാൻ വായിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ കുമ്മായപ്പാത്ത് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അമ്മ വായിച്ചിട്ട് അമ്മ അത് പറയുമ്പം ഇത് എവിടേക്കോ എത്തി. പുസ്തകങ്ങളൊക്കെ ഒരുപാട് എത്തട്ടെ, ഇനി അടുത്ത ബുക്കും എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ. എന്തായാലും സന്തോഷം. നല്ല നല്ല വാക്കുകൾ മാത്രമല്ല, ഇങ്ങനെ ഗീതേച്ചി പുസ്തകം നന്നായിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് ഇംഗ്ലീഷിൽ മെനക്കെട്ട് എഴുതി. മെനക്കെട്ട് തന്നെയായിരുന്നു ചേച്ചി, കളവ് പറയില്ല, നല്ല മെനക്കെട്ടാണ്. കാരണം നമ്മൾ ഒരു സാഹിത്യം വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെയല്ല, നാച്ചുറൽ ആയിട്ട് വരുന്ന ഭാഷകൾ. ചില വാക്കിനൊന്നും ഇംഗ്ലീഷ് ഇല്ല. ഞാൻ അങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ടില്ല. പിന്നെ ഇതിന്റെ ഗൂഗിളിൽ തപ്പി നോക്കി, അതിനും അറിയില്ല. പിന്നെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് 1-2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചേച്ചിയുടെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിക്ക് ആ എഴുതിയ വികാരം എനിക്ക് കിട്ടില്ല. കാരണം എഴുതുമ്പോൾ ഒരു വികാരത്തോട് കൂടിയായിരിക്കും എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് വന്നപ്പം അതെന്തോ അത് ഒത്തിരി പേര് വായിക്കട്ടെ. മത്തും എക്സ്റ്റസിയും അതിൻ്റെ തമിഴും എല്ലാം ആൾക്കാർ വായിക്കുമ്പോൾ അതൊരു സംഭവമായി മാറും. പിന്നെ കുറേ അവാർഡുകൾ ആ ബുക്കിനും കിട്ടട്ടെ. അങ്ങനെ